അങ്ങനെ 10 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 2024 വരെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ആകെയുള്ള ലോകസഭാ മെമ്പർമാരിൽ 10% പോലും മെമ്പർമാരില്ലാത്തതിൻ്റെ പേരിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് പാർലമെൻറ്റിൽ കൊടുക്കുവാൻ BJP ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് 99 പാർലമെൻറ്റ് സീറ്റുകൾ കിട്ടിയതിനു ശേഷം രാഹുൽ ഗാന്ധി ലോകസഭയിലെ ഓപ്പോസിഷൻ പാർട്ടികളുടെ ഔദ്യോഗിക നേതൃത്വസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. 2023 ഒരു കോടതി വിധിയെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റ് അംഗത്വത്തിൽ നിന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും പുറത്താക്കിയ അതേ BJP ഗവൺമെൻറ് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൻ്റെ നേതാവായി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ഏറ്റെടുത്ത രാഹുൽ ഗാന്ധിയുടെ നർമ്മം നിറഞ്ഞതും അതുപോലെ കഠോരവുമായ രാഷ്ട്രീയ ശബ്ദം ഇനിയാണ് നരേന്ദ്രമോദിയും അതുപോലെ BJP ഗവൺമെൻറ്റും പാർലമെൻറ്റിൽ കേൾക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വെച്ച് ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഇതുവരെ നരേന്ദ്രമോദിക്ക് പോലും പാർലമെൻറ്റിൽ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയും അതുപോലെ മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്ര വരെ ഭാരത് ജോഡോ ന്യായ യാത്രയും നടത്തി ദശലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തനായ രാഹുൽ ഗാന്ധിയെ ആയിരിക്കും ഇനി നരേന്ദ്രമോദിയും അതുപോലെ BJP ഗവൺമെൻറ്റും കാണുവാൻ പോകുന്നത്. കൂട്ടുമന്ത്രിസഭയുടെ നേതാവായി വീണ്ടും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു ശക്തമായ പ്രതിപക്ഷത്തെയായിരിക്കും ഇനി നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 കൊല്ലക്കാലം ഓപ്പോസിഷൻ പാർട്ടികളെ അവഗണിച്ച് ഇന്ത്യയിൽ ഭരിക്കാമെന്ന് നരേന്ദ്രമോദിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും വിചാരിച്ചാൽ ഇപ്പോഴത്തെ കൂട്ടുമന്ത്രിസഭയുടെ ആയുസ് കൂടുതൽ കാലം നിലനിൽക്കില്ല.